4.5 പതിറ്റാണ്ട് നീണ്ട ഒരു ഭരണം അത് എത്രത്തോളം ജനങ്ങൾ വെറുത്തു എന്നുള്ളതാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ജനം വിധി എഴുതിയിരിക്കുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ CPIMന്റെ സിറ്റിംഗ് വാർഡുകളിലെ വിജയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്, ഈ സിറ്റിംഗ് വാർഡുകൾ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ കയ്യിൽ പണ്ടേ ഉണ്ടായിരുന്ന വാർഡുകളെല്ലാം പിടിക്കുകയായിരുന്നില്ല കോൺഗ്രസ് ഇത്തവണ ചെയ്തത്. CPIMന്റെ വാർഡുകളിൽ ശക്തമായ സാന്നിധ്യമായി അല്ലെങ്കിൽ അവിടെ ശക്തമായ മത്സരത്തിലേക്ക് കോൺഗ്രസും പോയിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷം അകന്നത് വിവിധ വിഷയങ്ങളിലെ പ്രതികരണങ്ങളിലൂടെയാണ്. അപ്പോൾ ന്യൂനപക്ഷം അകന്നു, ഇപ്പോൾ ഭൂരിപക്ഷവും അകന്നു. ഇപ്പോൾ ആരാണ് ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ളത്? അതാണ് ഇനിയിപ്പോൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. 24-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം നമ്മളിത് ചർച്ച ചെയ്തതാണ്. സംഘടനാ ദൗർബല്യം പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, ഒരു മാസ് ക്യാമ്പയിൻ, അതായിരുന്നു അന്നത്തെ തീരുമാനം. 2024-ലെ തെരഞ്ഞെടുപ്പിൽ കനലൊരു തരിയായി ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിനു ശേഷം ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഒക്കെ ഈ സംഘടനാ ദൗർബല്യം പരിഹരിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ ക്യാമ്പയിൻ എവിടെ എത്തി? അത് പാർട്ടി ചോദിക്കണം. ഈ ക്യാമ്പയിൻ ഫലം കണ്ടില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അപ്പോഴും അപ്പോൾ തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും തോമസ് ഐസക് പറഞ്ഞത് മുഴുവൻ ആ ലൈൻ മുഴുവൻ ഞാൻ പിന്തുടരുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2010-ലെ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മോശം പ്രകടനമായിരുന്നു, എന്നിട്ടും വിജയത്തോടടുത്ത പരാജയമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, അതായത് 2 സീറ്റുകൾക്ക് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ വന്നത് എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ ആത്മവിശ്വാസ ക്യാപ്സൂളുമായി ഇനി അടുത്ത 4 മാസക്കാലം പണിയെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പണി പാളുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അതല്ല നിലവിലത്തെ സാഹചര്യം, അതല്ല. 2010-ൽ NDA എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല, BJP എന്ന് പറയുന്ന ഫാക്ടർ നിങ്ങൾക്ക് ഇത്രയും വെല്ലുവിളിയായി അവിടെ ഇല്ല എന്നത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പരാജയം വിലയിരുത്തി തിരുത്തിയാൽ തിരിച്ചു വരാൻ കഴിയും.